ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 71 റിവ്യൂ. ഇന്ന് ബിന്നി എവിറ്റായിരിക്കുന്നു. ഏതായാലും ഇത്രയും കാലം പിടിച്ചിരിക്കാൻ ബിന്നിക്ക് സാധിച്ചു. 70 ദിവസം. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്രകടനങ്ങളൊന്നും ബിന്നി കാഴ്ചവെച്ചിട്ടില്ല. ചില സമയത്ത് ചില ആഴിക്കത്തൽ അത്രമാത്രം. ബിന്നി പോയപ്പോൾ സാബുമാൻ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് എനിക്ക് നല്ല ഫാൻസ് ആയിരിക്കും, അതായിരിക്കും എന്നെ ഇപ്പോഴും നിലനിർത്തുന്നതെന്ന്. സാബുമാന്റെ ഒരു കാര്യം, എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മോഹൻലാൽ ആദിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുന്നുണ്ട്. നന്നായിരുന്നുവെന്ന് ആദില. ഞാൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നൂറ. കിച്ചണും ഫ്ലോറും ബാത്റൂമൊക്കെ മോശമായിരുന്നു, എങ്കിലും 60% കുഴപ്പമില്ലെന്ന് അനുമോൾ. മോശം ക്യാപ്റ്റൻസിയാണ്, 20% കൊള്ളാവൂ എന്ന് നെവിൻ. ഷാനവാസ് പറഞ്ഞു വലിയ കുഴപ്പമില്ലെന്ന്. ബിന്നി പറഞ്ഞു പുറത്തെ വസ്ത്രങ്ങളൊക്കെ അകത്ത് കൊണ്ടിടാൻ ശ്രദ്ധിച്ചിരുന്നു. സാബുമാൻ പറഞ്ഞിട്ടാണെങ്കിലും ഒരു ആവറേജ് ക്യാപ്റ്റൻസി മാത്രമായിരുന്നു ആദിലയുടെ. അനീഷ് ആദ്യം സ്റ്റോർ റൂമിൽ പോകുന്നത് എങ്ങനെയാണ് നിർത്തിച്ചതെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഞാൻ ഇച്ചിരി പരുഷമായിട്ടാണ് പെരുമാറിയതെന്ന് ആദില. അനീഷ് മാത്രം എന്താണ് അടുപ്പിച്ച് ജയിലിൽ പോകുന്നതെന്ന് മോഹൻലാൽ. എന്നേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവരും കള്ളം പറയുന്നവരും വീട്ടുകാരെ പറയുന്നവർ ഇവിടെയുണ്ട്, എന്നാലും എന്നും ജയിലിൽ പോകുന്ന ഞാൻ തന്നെയാണെന്ന് അനീഷ്. ജയിൽ നോമിനേഷനിടയ്ക്ക് എപ്പോഴും ഇന്ററപ്റ്റ് ചെയ്യുന്നത് അനീഷാണെന്ന് ആര്യൻ. മോഹൻലാൽ അവിടുന്ന് മാറിയ സമയത്ത് ആര്യനോട് അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ മാത്രമല്ല എല്ലാവരും ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അനീഷ്. ആദിലയും അനുമോളും നൂറയും എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ ഒന്നിച്ചു പോകുന്നത് മോഹൻലാൽ ചോദിച്ചു. അനുമോൾ എപ്പോഴും മൈക്ക് താഴെയിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നൂറയോട് മോഹൻലാൽ ചോദിക്കുന്നു, എന്താണ് തളർന്നിരിക്കുന്നത്, ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടാണോ, കുറച്ച് പാലും മുട്ടയും തട്ടേന്ന് ഞാൻ കുറച്ച് കൊടുത്തയക്കാമെന്ന് മോഹൻലാൽ. അടുത്ത് എവിഷനായിരുന്നു. മൈക്ക് എങ്ങനെയാണ് കയ്യിൽ നിന്ന് ഊരി മാറ്റുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞ് അനുമോളെ സേവ് ചെയ്തു മോഹൻലാൽ. തലയിൽ വെച്ചിരിക്കുന്ന കുടത്തിന്റെ കൈവിരൽ വെച്ച് ഓട്ടയടിക്കാൻ പറഞ്ഞ് നിവിനെയും സേവ് ചെയ്തു. അക്ബറിനെയും നിവിനെയും ലക്ഷ്മിയും ആക്ടിവിറ്റി ഏരിയയിൽ വരാൻ ബിഗ് ബോസ്. ഒരു ബോളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ബട്ടണിൽ അമർത്തിയപ്പോൾ എവിറ്റഡ് എന്ന് എഴുതി കാണിച്ചു ബിന്നിയെ, ബാക്കിയുള്ളവർ സേവ് എന്ന്. ബിന്നി ഏതായാലും പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് പോയത്. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ യാത്ര ചോദിച്ച് ഡൗൺ ആകാതെ കഴിക്കണമെന്ന് ബിന്നി എല്ലാവരോടും യാത്ര ചോദിച്ച് ബിന്നി മോഹൻലാലിൻ്റെ അടുത്തെത്തി. മോഹൻലാൽ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹൗസിലെ ഗെയിമെന്ന്, ആരെയാണ് കപ്പ് നേടാൻ ചാൻസ് ഉള്ളതെന്നും ബിന്നിയോട് ചോദിച്ചു. ബിന്നി പറഞ്ഞത് ഷാനവാസിൻ്റെ പേരാണ്, പിന്നെ അനുമോൾ. അനീഷിൻ്റെയും പേര് പറഞ്ഞു. ആരെയാണ് അവിടെ മിസ് ചെയ്യുന്നത് എന്ന് മോഹൻലാൽ ബിന്നിയോട് ചോദിച്ചപ്പോൾ നെവിൻ്റെയാണ് എന്ന് ബിന്നി പറഞ്ഞു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, നെവിൻ അവിടെ നിന്ന് കരയുന്നുണ്ട് എന്ന് ബിന്നിയോട്. ഹൗസിലുള്ളവരോട് യാത്ര ചോദിക്കണമെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോയേക്കുമെന്നും അതുകൊണ്ട് യാത്ര ചോദിക്കുന്നില്ല എന്നും ബിന്നി. ഇത് മോഹൻലാൽ അവരോട് പറഞ്ഞപ്പോൾ നെവിനൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ബിഗ് ബോസിൽ പാല് 5 കവർ കൊടുത്തു വിട്ടായിരുന്നു. നെവിനും അക്ബറും ആരും വെക്കാതെ ആരും കാണാതെ പാലെടുത്ത് കുടിച്ചപ്പോൾ അത് ചോദിക്കാൻ ചെന്ന അനുമോളും നൂറയൊക്കെ. നിവിനും അനുമോളും തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ അനുമോൾ നെവിനോട് നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ് എന്നൊക്കെ പറയുന്നു. ഷാനവാസുമായിട്ട് കൂട്ടുകൂടി നടന്ന അതിലെയും അനുമോളൊക്കെ ഇപ്പോൾ ഷാനവാസിന്റെ കുറ്റങ്ങൾ പറയുന്നു. അയാൾ എന്തൊരു മണ്ടന, ചിക്കൻ്റെ കാല് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ അതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്കെങ്കിലും ഒരു പീസെങ്കിലും കിട്ടുമായിരുന്നില്ലേ എന്ന് അനുമോൾ അതിലെയും. നിങ്ങളല്ല അയാളെ തലയിൽ കയറ്റി നടന്നതെന്നും അനുമോൾ ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യുമോ?